Watch full episodes on Jio Hotstar. വൗ! ഇത് ഏതാ സ്ഥലം? അതിമനോഹരമായിരിക്കുന്നു. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് യുവരാജിന്റെ യുവരയുടെയും കൊട്ടാരം. കുട്ടികളെ വളരെ സൂക്ഷിച്ചിരിക്കണം. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് എന്താ അപകടം സംഭവിക്കുന്ന പറയുന്ന മുത്തശ്ശ? അതെ മുത്തശ്ശ, നന്മ ചെയ്താ നന്മ വരും. ആ ലാവ ലേക്കിനെക്കാളും ഈ സ്ഥലം വളരെ ബെറ്റർ അല്ലേ? ഞാനിപ്പോ വളരെ സേഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓ ഓ ഓ ഓ ഓ ഓ ചേട്ടാ, ഞാൻ എന്താ ഈ കാണുന്നത്? ഇത്ര ഭംഗിയുള്ള ഒരു ഡ്രാഗൺ ഫ്ലൈനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഓ ഞാൻ ഈ ലോകത്തും തിരിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിലേ ചിങ്കിളി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഒട്ടും വിശ്വസിക്കില്ലെന്നേ. ആ ഇത് കൊള്ളാലോ. അയ്യോ, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. പ്രിൻസസ് യുവറീന, നിനക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്? യുവരാജ്, യുവരാജ്. മുത്തശ്ശ, ആരെങ്കിലും കണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നത് കുറെ കാലമായിട്ട് ഈ കൊട്ടാരത്തിൽ ആരും താമസിക്കുന്നില്ലെന്നാ തോന്നുന്നത്. ഇവിടെ മൊത്തം പൊടി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെയുള്ളവരെല്ലാരും എങ്ങോട്ടാ പോയത്? ഇത്രയ്ക്കും മനോഹരമായ ദർബാർ ആളില്ലാതെ എന്താ എംടി ആയി കിടക്കുന്നത്? ഞാൻ ഇതുവരെ ഒരു സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. എന്തായാലും ഇന്നൊന്ന് ഇരുന്ന് നോക്കാം. അവിടെ നിൽക്ക്. സ്ട്രേഞ്ച്. സിംഹാസനം എങ്ങനെയാണ് ഇങ്ങനെ ചൂടായി പോയത്? ഓ ഓ ഓ രുദ്ര, നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കും തോറും ഈ ദർബാറിൽ പ്രകാശം കൂടി കൂടി വരുന്നു. രുദ്ര, അവിടെ നോക്ക്. എന്റെ പോർട്രേറ്റ്. മുത്തശ്ശ,
പാതാള ലോകത്തെ കൊട്ടാരത്തിൽ എന്റെ പോർട്രേറ്റ് എങ്ങനെയാ വന്നത്? രുദ്ര, അതൊരു രഹസ്യമാണ് മോനെ. അത് നീ വളർന്ന് വലുതായി കഴിഞ്ഞ ശേഷം പറയാമെന്ന് കരുതിയിരുന്നായിരുന്നു. എനിക്കിപ്പോ അത് നിന്നോട് പറഞ്ഞേ പറ്റൂ. യുവരാജ് എന്റെ മകനാണ്, പിന്നെ യുവരിനായി എന്റെ മരുമകളാണ്. അവർ നിന്റെ അച്ഛനും അമ്മയും. അത് വളരെ പണ്ട് സംഭവിച്ചാണ്. അന്ന് നിനക്ക് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. യുവരാജ്, യുവരീന, യുവരാജ്, യുവരീന, വേഗം! വോൾക്കാനോ ബ്ലാസ്റ്റ് ആവുകയാണ്. പിന്നെ ലാൻഡ് ഓഫ് നോവേറിൽ നിന്ന് ലൂസിഫറിന്റെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞു. അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തും. എന്ത്? ലൂസിഫർ വരുന്നെന്നോ? ഇല്ല. അച്ഛാ, രുദ്രയെ നോക്കിക്കോളൂ. ഞാൻ ചെന്ന് അവനെ തടഞ്ഞു നിർത്താം. ജയസിംഗ് സാറേ, ലൂസിഫർ ഭയങ്കര അപകടകാരിയാണ്. അവനോടൊപ്പം ഒരുപാട് പേരുണ്ട്. നിങ്ങളും കൂടെ പോയാൽ കൊള്ളാമായിരുന്നു. യുവരാജാവിന് തീർച്ചയായും നിങ്ങളുടെ സഹായം ആവശ്യം വരും. അതെ, നീ പറഞ്ഞത് ശരിയാണ്. റിങ്കില, നീ രുദ്രനെ നോക്കിയോളൂ. ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കും. ആരും അകത്ത് കയറാൻ പാടില്ല. വരൂ, പോകാം. എന്റെ പേര് കേട്ടാൽ പേടി പോലും പേടിച്ചു വിറയ്ക്കും. അതാണ് ഞാൻ. എന്റെ പേരാണ് ലൂസിഫർ. ലൂസിഫർ അല്ല, നിന്റെ പേര് ചീട്ടെന്ന് വേണം പറയാൻ. മുത്തശ്ശനെ പറ്റിച്ച് പറഞ്ഞയച്ചിട്ട് നീ ഇപ്പൊ കൊട്ടാരത്തിൽ കയറി ഇരിക്കുകയാണല്ലേ? ഞങ്ങളുടെ രുദ്രയെ വിട്ടേക്ക്. തീർച്ചയായിട്ടും വിട്ടേക്കാം, പക്ഷെ ഇവിടെയല്ല. ഹലോ ജയ്സിംഗ് ചൗഹാൻ, എന്റെ ഈ ലോകത്തേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളാണ് ഭീരുക്കൾ, ഞാനാണ് ഇവിടുത്തെ ശക്തിശാലിയായ വീരൻ. ലൂസിഫർ, ഞാനിവിടെ യുദ്ധം ചെയ്യാനല്ല വന്നത്. ദയവീത് എന്റെ കുട്ടികളെ അങ്ങ് വിട്ടേക്ക്. വിട്ടയക്കാനോ? പല വർഷങ്ങളായിട്ടുള്ള പ്ലാനിങ്, പിന്നെ എന്റെ കഠിനാധ്വാനം കൊണ്ടാണ് നിങ്ങൾ എനിക്ക് പിടിക്കാൻ പറ്റിയത്. എന്നിട്ട് നിങ്ങളെ വെറുതെ വിടാനോ? ഒരിക്കലുമില്ല. നെവർ. ഇനി ഭൂമിയിൽ എന്നോട് ഏറ്റുമുട്ടാൻ ആരും ഉണ്ടാവില്ല. ഇനി ഈ ലോകം ഭരിക്കുന്നത് തന്നെ ഈ ലൂസിഫർ ആണ്. ലൂസിഫറിന്റെ കാര്യത്തിലും അതേ ചതിയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ചതിയാണ് നിന്റെ അച്ഛനോടും അമ്മയോടും അവൻ ചെയ്തിരിക്കുന്നത്. എന്റെ ശരീരം താഴേക്ക് പോവുകയാണ്. ലൂസിഫർ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതല്ല. എന്റെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും വിട്ടേക്ക്. ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. ഇവിടുന്ന് എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റില്ല രുദ്ര. പക്ഷെ നിന്റെ ബ്രെയിൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം പാസ് ചെയ്യാനായിട്ട് നിന്റെ ഒപ്പം കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഗെയിം എന്താണെന്ന് അറിയണ്ടേ? ലൂസിയാണ് ഒരു പസിൽ പറയും. ആ പസിലിൽ നിന്റെ അമ്മയെ രക്ഷിക്കാനുള്ള ക്ലൂ ഉണ്ട്.
രുദ്ര ശ്രദ്ധിച്ചു കേൾക്ക്, ഞാൻ ഒരു തവണ മാത്രമേ പറയുള്ളൂ. അത് വെള്ളം പോലെ ഒഴുകും, പക്ഷെ വെള്ളമല്ല. ചില രഹസ്യങ്ങൾ എന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, പക്ഷെ അതൊന്നും കഥയല്ല. എന്റെ പുറകെ വന്ന് നീ ആ കഥ മനസ്സിലാക്കിയാൽ നീ ഒന്നുമില്ലാതായി പോകും. നിനക്ക് ജീവിക്കാൻ കൊതിയുണ്ടെങ്കിലും നിന്റെ ജീവൻ നഷ്ടമായി പോകും. ഓൾ ദ ബെസ്റ്റ് രുദ്ര. രുദ്ര, നിനക്ക് സമയം വളരെ കുറവാണ്. ഈ അഗ്നിപർവ്വതം ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുന്നതാണ്. ലൂസിഫർ, ലൂസിഫർ, എന്റെ ഈ പേര് കേട്ടാൽ പേടി പോലും പേടിച്ചു വിറയ്ക്കും. ഇത് ലൂസിഫറിന്റെ കൽപ്പനയാണ്. ലാൻഡ് ഓഫ് നോർവേന്റെ ഫുൾ ഫയർ പവർ ഉടനെ തന്നെ ഭൂമിയിലേക്ക് ചെല്ലട്ടെ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് ലോകം നശിക്കട്ടെ. അയ്യോ, രക്ഷിക്കണേ. ഇനി ഭൂമിയിൽ എല്ലാ സ്ഥലത്തും വോൾക്കാനോ പൊട്ടിത്തെറി ഉണ്ടാകും. ഭൂമി മുഴുവനും കത്തിച്ചാമ്പലാകുന്നതിന് മുൻപ് നീ ആ പസിൽ സോൾവ് ചെയ്തിരിക്കണം. കാരണം നീ രക്ഷപ്പെടുത്താൻ പോകുന്നത് നിന്റെ അച്ഛനമ്മയും മാത്രമല്ല, ഈ ഭൂമിയും കൂടിയാണ്. ആഫ്റ്റർ ഓൾ യു ആർ ദ സൺ ഓഫ് എർത്ത് പ്രൊട്ടക്ടർ. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ക്യൂബ് ക്രിയേറ്റ് ചെയ്യേ. മുത്തശ്ശ, നീ വിഷമിക്കേണ്ട രുദ്ര. നമുക്ക് മുത്തശ്ശനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അതെ രുദ്ര, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ലൂസിയാനോടെ പസിൽ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ മുത്തശ്ശ മാത്രമല്ല, ലോകമെമ്പാട് അപകടവും. വാ നമുക്ക് മുന്നോട്ട് പോവാം. മാംഗോ, എനിക്ക് കുറച്ച് സമയത്ത് വല്ലാതെ വിശപ്പാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇത് കഴിക്ക. വെള്ളം പോലെ അത് ഒഴുകി ചെല്ലും, പക്ഷെ അത് വെള്ളമല്ല. അതിനെന്തായിരിക്കും അർത്ഥം? വെള്ളം പോലെ അത് ഒഴുകി ചെല്ലും, പക്ഷെ അത് വെള്ളമല്ല. യെസ്, കിട്ടിപ്പോയി. എന്ത് കിട്ടിയെന്നാ പറയുന്നത് രുദ്ര? പേഴ്സണൽ ആൻസർ കിട്ടിക്കഴിഞ്ഞു. വെള്ളം പോലെ ഒഴുകി ചെല്ലും, പക്ഷെ അത് വെള്ളമല്ല എന്ന് വെച്ചാൽ ലാവ റിവർ. എന്നിൽ എവിടെയോ രഹസ്യങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട്, പക്ഷെ അതൊന്നും കഥയല്ല. ആ പാരകൾ കാണുന്നില്ലേ? അതിന്റെ പുറകെ എന്തോ ഒരു രഹസ്യം മറിഞ്ഞിരിപ്പുണ്ട്. വാ നമുക്ക് പോവാം. ഒരുപക്ഷെ നമ്മൾ ആ ലാവയിൽ വീണ നമ്മുടെ കഥ അപ്പൊ തന്നെ തീരും. നോക്കൂ കൂട്ടുകാരെ, ഇമ്പോസിബിൾ ഒരു പോസിബിൾ മറിഞ്ഞിരിപ്പുണ്ട്. അതേപോലെ ഈ പാറക്കട്ടിന്റെ പുറകിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം കിട്ടുന്നതായിരിക്കും. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ബോൾ ക്രിയേറ്റോ.
പാറക്കെട്ടിന് പുറകിൽ ഒരു കേവ് ഉണ്ട്. നമ്മൾ ആ ഗുഹയ്ക്കകത്ത് പോണം. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. എങ്ങനെയെങ്കിലും നമ്മൾ ഈ ലാവയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം മതി. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് റോസ്റ്റഡ് ചിക്കൻ എന്തുമാത്രം വേദനിച്ച് കാണുന്നു. രുദ്ര, അതിപ്പോ തകരാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താ ചെയ്യാ പറയേ? കൂട്ടുകാരെ ധൈര്യമായി ഇരിക്കുക. ഈ സ്ഥലം ശരിക്കും വ്യത്യസ്തമായിട്ടുണ്ട്. ദാ കണ്ടില്ലേ, 4 വശത്തും ലാവ നിറഞ്ഞു കിടക്കുന്നുണ്ട്. രുദ്ര, ദാ അവിടെ ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ. നീ അടുത്ത് പോയി ഒന്ന് നോക്ക്. എന്തായിരിക്കും അത്? രുദ്ര, സൂക്ഷിച്ചോ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കാ. അപ്പൊ ക്രിസ്റ്റൽ തന്നെയാണ് പസിലിനുള്ള ഉത്തരം. ഈ ബൈസ്കോ പ്രൊട്ടക്ഷൻ കവർ ക്രിയേറ്റോ. ഈ ബൈസ്കോ പ്രൊട്ടക്ഷൻ കവർ ക്രിയേറ്റോ. ഇതിന്റെ അകത്ത് നമ്മളുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്ക് ആവില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ആ ക്രിസ്റ്റൽ നമ്മൾ കയ്യിൽ എടുക്കണം. അച്ഛനും അമ്മയെ രക്ഷിക്കാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. Oh no, Rudra! ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. മാറി മാറി വരുന്ന പ്രശ്നം എപ്പോഴാ ഒന്ന് അവസാനിക്കാ? ക്രോക്കോസോറസ്, നിക്കവിടെ. രുദ്ര, എന്റെ മോനെ. അമ്മേ, വേണ്ട രുദ്ര, അവിടെ നിക്ക്. ഒരുപക്ഷെ നീ എന്നെ തൊട്ടാൽ നീ കത്തി കരിഞ്ഞു പോകും. ഞാൻ ആഗ്രഹിച്ചാൽ പോലും നിന്നെ തൊടാനാകില്ല. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. പ്രിൻസസ് ജെറീന, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രംഗീല, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ മകൻ രുദ്രയെ നിങ്ങൾ എല്ലാവരും സംരക്ഷിച്ചതിന് വളരെയധികം നന്ദി. അമ്മേ, അവരിപ്പോ നമ്മുടെ മുത്തശ്ശനെ പിടിച്ചോട്ട് പോയിരിക്കാ. നിന്റെ മുത്തച്ഛനെയും യുവരാജനെയും ഒരുപക്ഷെ ലൂസിഫർ തന്റെ കൊട്ടാരത്തിൽ പിടിച്ചു വച്ചിട്ടുണ്ടാകും. സമയം ഇരുട്ടാറായി. എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടണം. വേഗം വരൂ ക്രോക്കോസോറസ്.
ഈ കാട് മുഴുവൻ ലൂസിഫറിന്റെ ക്രീച്ചേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് പ്രൊട്ടക്ഷൻ ഷീൽഡ് റെഡിയാക്കാം. നാളത്തെ ദിവസം നമുക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. തൽക്കാലം നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. കുട്ടികളെ വിഷമിക്കേണ്ട. ഈ ഷീൽഡിനുള്ളിൽ ഒരു മൃഗത്തിനും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മയും അച്ഛനും നല്ല ധൈര്യശാലികളല്ലേ? പിന്നെ എങ്ങനെ ലൂസിഫർ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? മുത്തശ്ശൻ പറഞ്ഞിരുന്നു, അതായത് ലൂസിഫർ എന്നെ പാലസിൽ നിന്ന് പിടിച്ചോണ്ട് വന്നെന്ന്. പിന്നെന്താ അവൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ പോയത്? അവൻ എന്നെ വിട്ടയച്ചോ അമ്മേ? ഒരു ദിവസം ലൂസിഫർ നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതാണ്. എന്നാൽ അവൻ നിന്നെ വോൾക്കാനോയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം യുവരാജ്, യുവറീന, ഒന്നെങ്കിൽ എന്നെ പിടിക്ക് അല്ലെങ്കിൽ രുദ്രനെ രക്ഷിക്ക്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. യുവരാജ്, യുവറീന, യുവരാജ്, രുദ്രയെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. ഇല്ല, യുവരാജ്, യുവറീന, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതെന്താണ് പറ്റിയത്? അച്ഛാ, ആ ലാവ ലേക്കിൽ വീണത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. ഞങ്ങളുടെ മാജിക്കൽ പവേഴ്സ് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു അച്ഛാ. പക്ഷെ ഞങ്ങളുടെ ഉള്ളിലിപ്പോ ലാവ പോലെ ചൂട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ഭൂമിയുടെ മേൽ താമസിക്കാൻ പറ്റില്ല. നിങ്ങൾ രുദ്രയെ നല്ലോണം നോക്കിക്കോളൂ. അവനെ നല്ലോണം പഠിപ്പിച്ച് നല്ല മനുഷ്യനാക്കണം. ഒരു ജീനിയസ് മജീഷ്യനാക്കി മാറ്റണം. അവൻ വലിയവനാകുന്നതുവരെ അവനോട് ഞങ്ങളെക്കുറിച്ച് ഒന്നും പറയരുത്. അല്ലെങ്കിൽ അവൻ ഞങ്ങളെ കാണാൻ വാശി പിടിക്കും. ഇനി ഞങ്ങൾ ഭൂമിക്കടിയിൽ പാതാളത്തിരുന്ന് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യും. ലൂസിഫറിനെ തടഞ്ഞു നിർത്തും. എങ്കിൽ ശരിയച്ചാ, ഞങ്ങൾ പോകുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.